ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് ബ്രൗൺ കളറൊന്നും മാറി വരുന്ന രീതിയിലൊന്നും ആക്കി എടുക്കണമെന്നില്ല. ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു പച്ച ഒന്ന് മാറ്റിയെടുത്താൽ മതിയാകും കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിത് മാവ് കുഴച്ചെടുക്കുമ്പോൾ വലിഞ്ഞ് വരത്തില്ല. അരിപ്പൊടിയൊക്കെ വെച്ച് കൊഴുക്കട്ട തയ്യാറാക്കത്തില്ലേ, അതുപോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. സാധാരണ മാവ് പൊടിയിൽ വെള്ളം ഒഴിച്ച് സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ അതേ കപ്പിൽ തന്നെ 1 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുമ്പോൾ കുറച്ച് നല്ല മണവും ടേസ്റ്റും ഒക്കെയാണ്. അതും അതുപോലെ തന്നെ നമ്മൾ കുഴയ്ക്കുമ്പോൾ അധികം അങ്ങനെ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ മാവ് ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം വെള്ളം കുറഞ്ഞു പോകരുത്, നിങ്ങളത് ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ 1 കപ്പ് മാവിന് ഒരു 1/4 കപ്പ് 1/2 കപ്പ് വെള്ളമൊക്കെ മതിയാകും. പക്ഷെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ 1 കപ്പ് വെള്ളം തന്നെ വേണ്ടി വരും കേട്ടോ. 1 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 1-2 മിനിറ്റ് ഇട്ടേക്കാം. കൂടുതൽ സമയം വെച്ചേക്കരുത്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതേ പ്ലേറ്റിൽ തന്നെ ഒന്ന് ഇട്ട് വയ്ക്കാം. ഇതിനെ ഒന്ന് തണുക്കണം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് ഇതിനെ ഒന്ന് തണുത്ത് കിട്ടും. തണുത്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങ് കുഴച്ചെടുത്താൽ മതി. ഇനി അഥവാ കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ടൈറ്റായിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി കയ്യിൽ ഒഴിച്ചതിന് ശേഷം ഇട്ട് മിക്സ് ചെയ്തൊന്ന് കുഴച്ചെടുക്കുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് 1 കപ്പ് വെള്ളവും ഒരു 2 ടേബിൾ സ്പൂണും കൂടി കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരുപാട് 1.5 കപ്പ് 1.25 കപ്പ് വെള്ളമൊന്നും എടുക്കരുത്. അപ്പോൾ ഞാനിതിവിടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ചെറിയ കുഞ്ഞു ബോളായിട്ട് എടുക്കുക കേട്ടോ. കാരണം വെന്ത് വരുമ്പോൾ ഒരല്പം കൂടെ അതൊരു വലിപ്പം വെക്കും. അതുകൊണ്ട് തീരെ ഒരുപാട് വലിപ്പത്തിൽ എടുക്കരുത്. നല്ല ചെറിയ കുഞ്ഞു ബോളായിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഞാനിതിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇത് എടുക്കുന്നത് ഒരു ഇഡ്ഡലി തട്ടാണ്. ഇഡ്ഡലി തട്ടിലേക്ക് ഞാനൊരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്. അല്ലാതെ സ്റ്റീമറിൽ അല്ലാതെയും വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഓരോ ബോൾസും ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ സാധാരണ സ്റ്റീമർ ഉണ്ടല്ലോ, അതിലും നിങ്ങൾക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു അളവിലൊക്കെയാണെന്ന് 1-2 പേർക്ക് കഴിക്കാനുള്ളത് കാണും. അപ്പോൾ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഡ്ഡലി പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം കൂടുതൽ വെച്ചിരുന്നാൽ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കതൊന്ന് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് അത് വേവിക്കണം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അതും ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു തക്കാളിയാണ് കേട്ടോ. ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ 2 തക്കാളി എടുക്കുക കേട്ടോ. വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാകും. അപ്പോൾ ഇത് എല്ലാം കൂടി ചേർത്ത് ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ഈ കൊഴുക്കട്ടയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അത്യാവശ്യം വേവിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. പെട്ടെന്ന് അതിൽ ഒരു 5 മിനിറ്റോ അതിൽ ഒരല്പം കൂടെ ടൈം ചിലപ്പോൾ വേണ്ടി വരും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ഇത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇഡ്ഡലിപ്പൊടി ഉണ്ടല്ലോ, ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ നമ്മൾ കഴിക്കുന്ന ആ ഒരു ഇഡ്ഡലിപ്പൊടി വേണമെങ്കിൽ വറുത്തിട്ട് കടുക് വറുത്തിട്ട് അതിൽ ഈ പൊടി ഇട്ട് നിങ്ങൾക്കത് കൊഴുക്കട്ട കൂടി മിക്സ് ചെയ്ത് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെയും അതിൽ മുക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്ന് മസാല ആദ്യം അരച്ച് വെച്ച മസാലയ്ക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏതെണ്ണ വേണോ യൂസ് ചെയ്യാം. അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം കായം ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നല്ലൊരു ടേസ്റ്റ് മണമൊക്കെ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മസാല ചേർത്തതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അരച്ചപ്പോഴൊന്നും ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഒരല്പം മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കിയപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഈ ഒരു രീതിയിൽ. ഇനി നമുക്കിതിലേക്ക് ഈ കൊഴുക്കട്ട ഇട്ട് കൊടുക്കാം. അങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്നതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രം ഈ കൊഴുക്കട്ട ഇട്ട് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ആ ഉള്ളിയൊക്കെ അരച്ചതല്ലേ, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് കറിവേപ്പിലയോ മല്ലിയിലയോ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. മസാല ചേർത്തതിന് ശേഷം കുറച്ച് സമയമൊക്കെ ഒന്നോ രണ്ടോ മിനിറ്റ് അടച്ച് വെച്ച് അതിൻ്റെ ആ ഒരു മസാല പിടിക്കുന്നത് വരെ ഒന്ന് അടച്ച് വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് വേറെ കറികളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. എപ്പോഴും ചപ്പാത്തിയും പൊറോട്ടയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിഷസൊക്കെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള റെസിപ്പീസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങളുടെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോഴാണല്ലോ നമുക്കിതിൻ്റെ ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതിപ്പോൾ ഇഷ്ടമായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് ആവിയിലൊക്കെ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്. Thank you.